എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളുടെ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ക്വാഡ് എന്ന് പറഞ്ഞൊരു മിലിറ്ററി ഗ്രൂപ്പുണ്ട്. അത് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ 4 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപകൽപ്പന ചെയ്ത, അല്ലെങ്കിൽ ഒരു ഫോം ചെയ്ത ഒരു മിലിറ്ററി സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡോ പസഫിക് ഓഷനിൽ ചൈനയുടെ വളർന്നു വരുന്ന സ്വാധീനത്തെ, അല്ലെങ്കിൽ അവരുടെ ശക്തിയെ നേരിടുക, പ്രതിരോധിക്കുക, അതുവഴി ചൈനയുടെ വളർച്ചയെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്വാഡ് രൂപീകൃതമാക്കിയിട്ടുള്ളത്. അമേരിക്കയും ഇന്ത്യയുമാണ് അതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 രാജ്യങ്ങൾ. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ 2 രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം, ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ വഷളായിരിക്കുകയാണ്, വളരെ മോശമായിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകിച്ച് ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളൊന്നുമല്ല. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള ചില അവരുടെ നയപരമായിട്ടുള്ള മാറ്റങ്ങളും, അല്ലെങ്കിൽ ചില നയങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് നമുക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ടാരിഫ്, ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, താരിഫ്, ചുങ്കം, പിന്നെ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ചങ്ങാത്തം സ്ഥാപിച്ചെടുക്കുകയും അത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് തോന്നത്തക്ക വിധമുള്ള ചില മാറ്റങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ, അല്ലെങ്കിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള, എന്താണ് പറയുന്നത്, അമേരിക്കയുമായിട്ട് നമ്മൾ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളിലേറെയായിട്ട് എന്താണ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന റിലേഷൻസ്, സ്ട്രാറ്റജിക് റിലേഷൻസ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. സ്ട്രാറ്റജിക് മാത്രമല്ല, ഇക്കണോമിക് റിലേഷൻസും എല്ലാം തന്നെ ഏകദേശം താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഇന്ത്യയെ ചൈനയ്ക്കെതിരെ നിലനിർത്തുവാനുള്ള ഒരു ശക്തിയായിട്ട് ഇന്ത്യ അതിനങ്ങോട്ട് പൂർണ്ണമായിട്ടും വഴങ്ങി കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും ചില ബോർഡർ സ്ക്രിമിഷ് എന്നൊക്കെ നമുക്ക് പറയാം, ചില ഒരസലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ പക്വതയോടുകൂടി ഇരു രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ച്, അമേരിക്കയൊക്കെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ചിരകാലമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ കൂട്ടിയടിപ്പിക്കുവാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രൊവോക്കേഷൻസ് ഉണ്ടാക്കുവാനും, അല്ലെങ്കിൽ അത് നടത്തിയെടുക്കുവാനൊക്കെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കെതിരെയുള്ള ഈ നീക്കങ്ങളും വ്യാപാര സംബന്ധമായിട്ടുള്ള ചുങ്കങ്ങൾ ഏർപ്പെടുത്തലും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ, അല്ലെങ്കിൽ ഒരു രാജ്യമായതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാപാര ബന്ധങ്ങളിലുള്ള തടസ്സങ്ങൾ, കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ണറാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് തിരിച്ചും അമേരിക്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ഇന്ത്യയുടേത് എന്നുള്ളതും നമുക്ക് വിസ്മരിക്കേണ്ട ഒരു കാര്യമല്ല. അതേക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ 2 വള്ളത്തിലും കാലി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ക്വാഡിലും ഉണ്ട്, ബ്രിക്സിലും ഉണ്ട്. ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർമേഷനാണ്. ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമിക് ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അത് അമേരിക്കൻ വിരുദ്ധ ചേരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 ബ്ലോക്കിലും ഇന്ത്യ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ തന്നെ ഇന്ത്യയെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യ ബ്രിക്സിൽ പോയിട്ട് ഇന്ത്യ
വലിയ വാചകം അടിക്കുമ്പോൾ ചൈനയും റഷ്യയും എന്താണ് ചിന്തിക്കുന്നത്? കാരണം ക്വാഡിലുണ്ട്. ക്വാഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ചൈനയെ എതിർക്കാനാണെങ്കിലും തീർച്ചയായിട്ടും അത് റഷ്യ വിരുദ്ധ ചേരിയുമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യ തീർച്ചയായിട്ടും എത്രത്തോളം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അതായത് ചൈനയെ എതിർക്കുക, ചൈനയെ പ്രതിരോധിക്കുക എന്നുള്ള അമേരിക്കയുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുമെന്നുള്ളൊരു സംശയം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചില പുതിയ നീക്കങ്ങൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ ക്വാഡിൽ നിന്നും ഇന്ത്യ പുറത്താക്കപ്പെടുമോ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക്കും. ക്വാഡിൽ നിന്നും അമേരിക്ക ഇന്ത്യയെ പുറത്താക്കുമോ, അതിനു പകരം മറ്റ് ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യത്തെ ക്വാഡിൽ ചേർക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2017 ട്രംപ് വന്നതിന് ശേഷം റിവൈവ് ചെയ്തതാണ്. നേരത്തെ മുതലുണ്ട് ക്വാഡ്, പക്ഷേ അത് ചത്തുകിടക്കുകയായിരുന്നു, ഡോർമെൻ്റ് ആയിരുന്നു. പക്ഷേ ട്രംപ് വന്നതിന് ശേഷമാണ് അതിനൊരു പുതുജീവനൊക്കെ കൊടുത്തിട്ട് അതിനെ കൂടുതൽ പൊടി തട്ടിയൊക്കെ എടുത്തിട്ട് ചൈനയ്ക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാടുമായിട്ട് ക്വാഡ് മുന്നോട്ട് വന്നത്. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US, ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ, 4 പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പം ഇത് ഒരു ഏഷ്യൻ നേറ്റോ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഡോ പസഫിക് ഓഷ്യനിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ എതിർക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ക്വാഡ് രൂപീകൃതമായത്, അല്ലെങ്കിൽ ക്വാഡിനെ ഉണ്ടാക്കിയത്. അമേരിക്കയുടെ നേതൃത്വത്തിലാണ് അത് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ജോ ബൈഡന്റെ സമയത്തൊക്കെ തന്നെ ഇതിന് കാര്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തായിരുന്നു. ട്രംപ് വന്നതിന് ശേഷമാണ് കൂടുതൽ അതിനൊരു ഒരു ലൈഫ് കിട്ടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ട്രംപിന്റെ രണ്ടാമത്തെ സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ മുതൽ ട്രംപിന്റെ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള മാർക്കോ റൂബിന് ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ, അതായത് ട്രംപിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് തന്നെ പെട്ടെന്ന് തന്നെ ക്വാഡിന്റെ ഈ 4 രാജ്യത്തെ ഫോറിൻ മിനിസ്റ്റേഴ്സ്, അമേരിക്കയിലെ ഫോറിൻ മിനിസ്റ്റർ അല്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ, അതുപോലെ ഓസ്ട്രേലിയയുടെ ഫോറിൻ മിനിസ്റ്റർ, ജപ്പാന്റെ ഫോറിൻ മിനിസ്റ്റർ, ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും അതുപോലെ തന്നെ ആ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് പുറത്തു വന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോഴും ഈ പറഞ്ഞ ക്വാഡിനെ വളരെ ആക്റ്റീവായിട്ടും ലൈവായിട്ടും നിർത്തി ചൈനയ്ക്കെതിരെയുള്ളൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഫോർമേഷനായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ ജൂലൈയിൽ ക്വാഡിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അന്നേരമൊക്കെ തന്നെ ട്രംപിൻ്റെ അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായത് കാരണം ഈ ക്വാഡിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു ചെറിയ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ട്രംപിന് നേരത്തെ ഇതൊരു പ്രിയോറിറ്റി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ട്രംപിന് അത്ര വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇന്ത്യനകത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണോ എന്നറിയില്ല. തീർച്ചയായിട്ടും ട്രംപിന് അല്ലെങ്കിൽ ട്രംപിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിനും ഇപ്പോഴത്തെ ക്വാഡിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ക്വാഡ് ചത്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ നവംബറിൽ ഇന്ത്യ ഇവിടെ നമ്മൾ ക്വാഡിൻ്റെ സമ്മിറ്റ് ഉച്ചകോടി നമ്മൾ അധ്യക്ഷത വഹിക്കേണ്ടതായിരുന്നു. പക്ഷേ ട്രംപ് അതിനകത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഉച്ചകോടി ഏകദേശം നിർത്തിവെച്ചു, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഏകദേശം ട്രംപിൻ്റെ രണ്ടാമത്തെ വരവിലും ട്രംപിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നടപടികളും നയങ്ങളും ഒക്കെ കൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ വളരെ വഷളായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ എന്താണ് പറയുന്നത്, ഏകപക്ഷീയമായിട്ട് ഡെലിബറേറ്റായിട്ട് പ്ലാൻ ചെയ്ത് വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള പല നടപടികളും ട്രംപ് സ്വീകരിക്കുകയുണ്ടായി. പാകിസ്ഥാൻ്റെ ആർമി ചീഫായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ഭയങ്കര സ്വീകരണവും സ്വാഗതവും കൊടുത്താണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ ആ മെയിലെ യുദ്ധം കഴിഞ്ഞ തൊട്ടു പിറകെ തന്നെ ആയിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്നതിന് തുല്യമാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ടാരിഫ് 50% ടാരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെപ്പോലുള്ള രാജ്യം ഇത്രയും നാൾ അമേരിക്കയായിട്ട് തന്ത്രപരമായിട്ടുള്ള ഒത്തിരി സ്ട്രാറ്റജിക് ആയിട്ടുള്ള കരാറുകളും ബന്ധങ്ങളും ഒക്കെ തന്നെ നമ്മൾ സ്ഥാപിച്ചെടുത്ത് ബന്ധങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരുന്ന ഈ ഒരു അവസരത്തിൽ ട്രംപ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള
നയങ്ങൾ സ്വീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും പല കാര്യങ്ങളിൽ നിന്നും പുറമോട്ട് ചുവട് വയ്ക്കുവാൻ തുടങ്ങിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ രാജ്യങ്ങളും തമ്മിലൊരു ട്രേഡ് ഡീല്, വ്യാപാര കരാറിലേക്ക് എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കയും ചൈനയും തമ്മിൽ ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ കോൾഡ് വാർ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും ചൈനയും തമ്മിൽ ഏകദേശം അവരുടെ ലീഡേഴ്സ് കണ്ടുമുട്ടുകയും ചില ധാരണകളൊക്കെ അവർ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇതുപോലുള്ളൊരു ലീഡേഴ്സ് തമ്മിലുള്ള സമ്മിറ്റ് അല്ലെങ്കിൽ ഉച്ചകോടി സമ്മേളനം ഇതുവരെ നടക്കുവാനുള്ള സാധ്യത ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതിന് കൂടുതൽ ഒരുപക്ഷെ അടുത്ത വർഷം ട്രംപ് ചിലപ്പോൾ ഇന്ത്യ സന്ദർശിച്ചേക്കും എന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ഒന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ട്രേഡ് ഡീൽ ഇല്ലാതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും പഴയ പോലെ ആകത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രംപ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നമ്മളെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള ടാരിഫ് ചുങ്കം, അതിനെ റിവേഴ്സ് ചെയ്യാമെന്ന് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഇനിയും പഴയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമുക്കതിനെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെയുള്ള വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യ അമേരിക്ക റിലേഷൻ, പ്രത്യേകിച്ച് ട്രേഡ് റിലേഷൻ സ്റ്റെബിലൈസ് ആയില്ലെങ്കിൽ ക്വാഡിന് ഇനി വലിയ അർത്ഥം ഉണ്ടാകത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്വാഡിനകത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒത്തുചേരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യ അമേരിക്കയും. പവർഫുള്ളായിട്ടുള്ള രണ്ട് മിലിറ്ററിയാണ്. ഇല്ലേ, പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇക്കണോമിക് സൈസ് നോക്കിക്കഴിഞ്ഞാൽ, മിലിറ്ററി പവറൊക്കെ നോക്കിക്കഴിഞ്ഞാലും അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും അതിൽ വലിയൊരു ശക്തിയാണ് ഇന്ത്യ എന്ന് പറയാൻ കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ ക്വാഡിൽ നിന്ന് നഷ്ടപ്പെടുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം മറ്റൊരു രാജ്യം അവിടെ ഫിറ്റ് ആകത്തില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ചൈനയെ എതിർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ ഈ ക്വാഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യനകത്തിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ ഇന്ത്യക്ക് വരെ മറ്റേതെങ്കിലും രാജ്യത്തിനകത്തിൽ ചേർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ക്വാഡിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ചൈനയെ നമുക്കറിയാം, ചൈന ഇന്ന് ലോകത്ത് കൗണ്ടർ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അത് ഓഷ്യനിലായാലും ശരി, ഇപ്പുറത്ത് കരയിലായാലും ശരി. അപ്പം അങ്ങനെയുള്ള ഇന്ത്യയെ ക്വാഡിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ക്വാഡിന് അതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ക്വാഡിലുള്ളത് മറ്റ് മൂന്ന് രാജ്യങ്ങളെക്കാളിലും ഉപരി, പ്രത്യേകിച്ച് ജപ്പാൻ, ഓസ്ട്രേലിയയെക്കാളിലും ഉപരി കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ക്വാഡിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ത്യയെ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ ക്വാഡിൽ നിന്ന് മാറ്റുന്നത് ഈ ഇൻഡോ പസഫിക് ഓഷ്യനിൽ ചൈനയ്ക്കൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട് അല്ലെങ്കിൽ ചൈനയെ എതിർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശക്തിയായിട്ട് നിലനിൽക്കുന്ന ക്വാഡിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. കാരണം പിന്നെ ഒരു രാജ്യവും അവിടെ ഫിറ്റ് ആകത്തില്ല. ഫിലിപ്പൈൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ലക്ഷ്യം. കാരണം ഫിലിപ്പീൻസും ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ പലതവണയുള്ള ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ അടുത്ത സമയത്തുള്ള ചില ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യ റീപ്ലേസ് ചെയ്തിട്ട് ഫിലിപ്പീൻസിനെ ക്വാഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്കൊരു വാണിംഗ് തരികയാണ്, ഇൻഡോ പസഫിക് അലയൻസ് ആയിട്ടുള്ള ക്വാഡിൽ ഇന്ത്യ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യാൻ സാധിക്കും, ഇന്ത്യക്ക് പകരം വേറെ രാജ്യത്തിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് ഇന്ത്യക്ക് നൽകുകയാണ്. ഒരു പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രയോജനമായിരിക്കും. കാരണം നമ്മൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ചൈനയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാൻ ഇനി നമുക്ക് വേണ്ടി വരത്തില്ല. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക, ഇപ്പം ഇന്ത്യയായി അമേരിക്കയായിട്ട് ക്വാഡിലൊക്കെ വന്നിട്ട് ചൈനയെ എതിർക്കുക എന്നുള്ളത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് അങ്ങനൊരു സെനാറിയോയിൽ നമുക്ക് അതിനകത്തിൽ ഒരു എന്താണ് നമ്മളെ ലിബറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ നവംബറിൽ ക്വാഡിൻ്റെ സമ്മിറ്റ് മീറ്റിംഗ് ഇവിടെ നടക്കേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. അന്നേരം അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ജപ്പാന്റെ, ഓസ്ട്രേലിയയുടെയും ഫിലിപ്പീൻസിൻ്റെയും അവരുടെ പ്രതിരോധ മന്ത്രിമാരുമായിട്ട് കുലാലംപൂരിൽ നവംബർ 1-ാം തീയതി മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ
പ്രതിരോധ നേതാക്കൾ തമ്മിലുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് ഈ വർഷം ഇന്ത്യ ഇല്ലാതെ. അപ്പൊ ഈ പറഞ്ഞ ഇന്ത്യയുടെ അഭാവത്തിൽ ഫിലിപ്പീൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിയ മീറ്റിങ്ങുകളുടെ മീറ്റിംഗ് കഴിഞ്ഞ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ പണ്ട് ക്വാഡിനകത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ അജണ്ടകളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ മാറ്റി ഫിലിപ്പീൻസിനെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പം അത് എത്രത്തോളം ഫലവത്താകും, കാരണം ഇന്ത്യക്ക് തുല്യമല്ലല്ലോ ഫിലിപ്പീൻസ് എന്തുമല്ലോ. അപ്പം ഇത് നേരത്തെ തന്നെ ഇതിൻ്റെ ഫിലിപ്പീൻസിനെ ഇതിനകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകിൽ മറ്റൊരു ക്വാഡ് രൂപീകൃതമാകുമെന്നൊക്കെ നേരത്തെ തന്നെ ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വന്നത്. ഫിലിപ്പീൻസിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ക്വാഡിനെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ഡെവലപ്മെൻറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയാണ്. കാരണം ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ അലയൻസ് നമ്മളുടെയും കൂടെ ഒരു ഇൻഡോ പസഫിക്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷനിൽ നമുക്ക് കൂടുതൽ ഒരു ഡോമിനൻസ് ഉള്ളതാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അമേരിക്കയെ പോലുള്ള രാജ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് കൂടുതൽ ആയിട്ട് നമുക്ക് ചൈനയെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത് അവർക്കൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നേവൽ പവറൊക്കെ ഇൻക്രീസ് ചെയ്യുകയും കപ്പാസിറ്റി ബിൽഡപ്പ് ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒറ്റയ്ക്ക്, അത് തന്നെയല്ല ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയൊക്കെ കൂട്ടുപിടിച്ച് ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിൽ രണ്ട് സൈഡിലും പിന്നെ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്നുവെച്ചാൽ ഈ രണ്ട് നേവിയെയും ചൈന ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇനിയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ കാര്യമായിട്ടുള്ള സപ്പോർട്ടുകൾ ലഭിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ നേവൽ പവറിനെ കൂടുതൽ നമുക്ക് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും വിത്തൗട്ട് അമേരിക്കൻ സപ്പോർട്ട് എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യയെ കൂടാതെ ക്വാഡ് പരിപൂർണമാകത്തില്ല. അപ്പോൾ പണ്ട് 2013 അത് ഏഷ്യ പസഫിക് എന്നായിരുന്നു, അമേരിക്ക അത് ഇൻഡോ പസഫിക് എന്നാക്കി ഇന്ത്യയുടെ കൂടെ താല്പര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട്. കാരണം ഇന്ത്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ക്വാഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഒരു റീജിയനിൽ ചൈനയെ എതിർക്കുവാൻ അല്ലെങ്കിൽ ചൈനയെ നേരിടുവാൻ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെയൊക്കെ തന്നെ ലക്ഷ്യം. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ എന്താണ് പറയുന്നത് ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ് ട്രംപിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ജിയോ പൊളിറ്റിക്കലായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ അതെങ്ങനെ നമ്മളിതൊക്കെ നാവിഗേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമെന്നുള്ളത് നമ്മളുടെ ഭരണകൂടത്തിൻ്റെ മിടുക്ക് പോലും നമ്മളുടെ ഫോറിൻ പോളിസി ഒക്കെ ഷേപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ കൗശലവും ബുദ്ധിയും ഒക്കെ തന്നെ അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. കാരണം ഈ ക്വാഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അമേരിക്ക ഫസ്റ്റ് പോളിസി എടുത്ത് മുമ്പിലോട്ട് വെച്ച് അലക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ബന്ധം വഷളായിരിക്കുന്ന അവർക്ക് സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബന്ധം വഷളാക്കിയത് ഇന്ത്യയുമായിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്വാഡ് ഏകദേശം ഇന്ത്യ ഉൾപ്പെട്ട ക്വാഡ് ഏകദേശം ഒരു മരിച്ച നിലയിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പറഞ്ഞ അമേരിക്കയുടെ ലക്ഷ്യമായിട്ടുള്ള ചൈനയെ ഒതുക്കൽ എന്ന തന്ത്രം ഇന്ത്യ ഇല്ലാത്ത ക്വാഡിൽ കൂടെ അത് നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് നിന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം അങ്ങനൊരു മിലിറ്ററി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഫോർമേഷൻ്റെ സക്സസ് ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഇന്ത്യ അത്രയ്ക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്, വളരെ ശക്തമായിട്ടുള്ള ഒരു നേവൽ ഫോഴ്സാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയെക്കാളിലും കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ പവർ ഇന്ത്യക്കുണ്ട്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ പിണക്കിക്കൊണ്ട്
ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ കൊച്ചു രാജ്യത്തെ അവർ ക്വാഡിനകത്ത് ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു ഏഹ്, ഇന്ത്യക്ക് പകരമാകത്തില്ല തീർച്ചയായിട്ടും പറഞ്ഞാൽ. ജപ്പാൻ പോലും ഇന്ത്യക്ക് പകരമാകുന്നില്ല, ഓസ്ട്രേലിയ പോലും ആകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫിലിപ്പീൻസ് എങ്ങനെ അവിടെ ഫിറ്റ് ആകും എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറിയാം, കാരണം അമേരിക്കയുടെ പുതിയ തന്ത്രങ്ങളാണ് തീർച്ചയായിട്ടും ഇന്ത്യ ഒഴിവാക്കുക, ഇന്ത്യക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഇത് നടത്തുന്നത്. പക്ഷേ ഇന്ത്യ ഇതിലും വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുകയും നമ്മളിതൊക്കെ വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് യാത്ര ചെയ്തു വരുന്ന രാജ്യമായതുകൊണ്ട് ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് വലിയ വിഷയങ്ങളൊന്നുമില്ല. നമുക്കിതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ മൂവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൽ കൂടെ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊരു പക്ഷേ ഇന്ത്യയും റഷ്യയും ചൈനയും ഇറാനും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനുള്ള ഒരു പിന്നെ എന്താണ് പറയുന്നത് ഒരു ഭാഗം, ഒരു ജിയോ പൊളിറ്റിക്കൽ മൂവ് നമ്മുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അമേരിക്ക തന്നെ വേണം നമുക്ക് നിർബന്ധമില്ല പൂർണ്ണമായിട്ടും. അമേരിക്കയ്ക്ക് നമ്മളെ വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അമേരിക്കയുടെ ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും. കാരണം നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും ടെക്നോളജിയും ഒക്കെ തന്നെ വേണമെങ്കിൽ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും നമുക്ക് കിട്ടും. ചൈനയിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കാൻ വേണമെങ്കിൽ ബന്ധങ്ങൾ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ ടെക്നോളജി വേണം. ഇത് അമേരിക്കയ്ക്ക് തരാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നോ ഒക്കെ നമുക്കിത് ലഭ്യമാക്കി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ നമുക്ക് ഉറപ്പുവരുത്താവുന്നേ ഉള്ളൂ. തൽക്കാലം ക്വാഡിൽ നിന്ന് നമ്മളെ മാറ്റി ഫിലിപ്പീൻസിനെ പ്രതീക്ഷിച്ച് അമേരിക്കയ്ക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അമേരിക്ക മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ക്വാഡ് തൽക്കാലം പഴയ ക്വാഡ് ഏകദേശം മരിച്ച നിലയിലാണ്. പുതിയ ക്വാഡ് അവർ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ ഈ പറഞ്ഞ ഫിലിപ്പീൻസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ഇന്ത്യ ഒഴിവാക്കി ഫിലിപ്പീൻസിനെ ഉൾപ്പെടുത്തി അവരുടെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി, ഈ പറഞ്ഞ 3 രാജ്യങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റേഴ്സും ഒക്കെ തന്നെ കൂടിക്കാഴ്ചകൾ ഈ വർഷം തന്നെ 2-3 കൂടിക്കാഴ്ചകളായി. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അമേരിക്ക ഈ ഒരു പിന്നെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. സമാന ടോപ്പിക്കുകളുമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.